12 പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലാഹു അവനെ പരീക്ഷിക്കുന്നവരാണ്. 12 പരീക്ഷണങ്ങൾ പണ്ടാണ് അല്ലാഹു പിന്നെ കൊടുക്കുന്നത്. ഇപ്പോ കണ്ണിന്റെ മുമ്പ് അല്ലാഹു കൊടുത്തോണ്ടിരിക്കാൻ. ഇപ്പോ അല്ലാഹു കണ്ണിന്റെ മുമ്പ് കൊടുത്തോണ്ടിരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ടല്ലേ സ്വിറ്റ്സർലൻഡില് ലോകത്തെ പള്ളി മിനാരങ്ങൾ മുഴുവനും ടച്ച് തകർക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ഒരാള് ലോകത്തെ പള്ളി മിനാരങ്ങൾ മുഴുവനും തകർക്കണം, അത് പ്രകൃതിക്ക് ശോഭമാണ്, അത് പ്രകൃതിക്ക് വല്ലാതെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയുടെ മിനാരങ്ങൾ തകർക്കാൻ വേണ്ടി പോയ ആള് ഒരവസരത്തിൽ ഇസ്ലാമിന്റെ ബാലപാഠമൊന്ന് മറിച്ചു നോക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കഴിഞ്ഞുപോയ ഇസ്ലാമിക ചരിത്രങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഇന്ന് അദ്ദേഹം പാശ്ചാത്യ ലോകത്തെ ഏറ്റവും വലിയ പള്ളി, ഏറ്റവും വലിയ മിനാരമുള്ള പള്ളി കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു കാര്യമായിരുന്നാലും അങ്ങനെ തന്നെയാണ്. പണ്ടൊക്കെയാണ് അല്ലാഹു തആല, നമ്മൾ പറയുമല്ലോ ചില കാര്യങ്ങൾ അതൊക്കെ ശരിയാണ്, പണ്ടൊക്കെയാണെങ്കിൽ അത് ഈ പെട്ടെന്ന് കാണാൻ കഴിയൂല. ഇന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പെട്ടെന്ന് കണ്ടുകൊണ്ടിരിക്കാം. ഈ അടുത്ത സമയത്തല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ മുമ്പൊക്കെയാണ് ഒരു കേസ് ഉണ്ടായി പോയാൽ അതിന്റെ പ്രതികളെ എത്ര നാള് കഴിഞ്ഞിട്ടാ പിടിക്കപ്പെടുക. റസിയ എന്ന് പറയുന്ന 27 വയസ്സുകാരിയായ പാവപ്പെട്ട പെണ്ണിനെ, നൂറുദ്ദീൻ എന്ന് പറയുന്ന 2 ഭാര്യമാരുണ്ടായിരുന്ന ഒരു സഹോദരൻ, എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെന്ന് പറയാൻ പോലും കൊള്ളാത്ത രീതിയിൽ പാവപ്പെട്ട റസിയ എന്ന് പറയുന്ന 27 വയസ്സുകാരിയെ മൃഗീയമായിട്ട് വ്യഭിചരിച്ചുകൊണ്ട് മാനഭംഗം ചെയ്തുകൊണ്ട് പച്ച മണ്ണില് പച്ച ശരീരത്തെ കുഴിച്ചിടുമ്പോൾ ഒരു പച്ചയായ മനുഷ്യനത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ആ പ്രതിയെ പിടിച്ചിരിക്കാൻ. അതുപോലെ എന്തെല്ലാം സംഭവങ്ങള് എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഒരു മനുഷ്യൻ നമസ്കാരത്തിന് നിസ്സാരവൽക്കരിച്ച, ആ നമസ്കാരത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം ഒരാളെ കൊടുത്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അവന് 12 ശിക്ഷകൾ അള്ളാഹു കൊടുക്കുന്നതാണ്. എവിടെയാണെന്നറിയോ? സലാസതുന് ഫിദ്ദുനിയാ, 3 അവന്റെ കണ്ണിന് മുന്നിലാണ് അല്ലാഹു കൊടുക്കുക. നമസ്കാരത്തിന് ബാങ്ക് കേൾക്കുമ്പോ എന്റെ സഹോദരിമാരെ, നിങ്ങൾ അതിനെ നിസ്സാരത്തോടെ കണ്ടുകൊണ്ട് നിങ്ങൾ പാശ്ചാത്യന്റെ പൈശാചികതകള് നെഞ്ചിലേക്ക് ആവാഹിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന ടിവിയുടെ മുന്നിൽ അടയിരുന്ന് കഴിഞ്ഞാൽ എന്റെ ഉമ്മ, അല്ലാഹു നിനക്ക് നിന്റെ കണ്ണിന്റെ മുന്നിൽ 3 ശിക്ഷ തരുമെന്നാണ്. 3 ശിക്ഷയോ ഈ ലോകത്തോട് വിട പറയുന്ന നേരത്താണ്. പിന്നീടുള്ള 3 അല്ലാഹു നാളെ നിന്നെ കബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ ആ ഭീകരമായ കബറിന്റെ ഉള്ളിൽ ശിക്ഷ വരിക. നാളെ പരലോകത്ത് അല്ലാഹു നിനക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇങ്ങനെ 12 ശിക്ഷകൾ അല്ലാഹു നിസ്കാരത്തെ നിസാരവൽക്കരിക്കുന്നവന് കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ 12 ശിക്ഷകൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരം ഇല്ലാത്തവരുടെ കാര്യം ഈ സദസ്സിൽ ഞാൻ പറയൂല. നമസ്കാരം ഇല്ലാത്തവരുടെ കാര്യമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. നിസ്കാരം ഇല്ലാത്തവരെ പറ്റിയിട്ട് ഈ സദസ്സിൽ ചർച്ച ചെയ്യാനേ പാടില്ല എന്റെ പ്രിയപ്പെട്ടവരെ. കാരണം ഈ സദസ്സ് മലീമസമാക്കാൻ പറ്റൂല. അതുകൊണ്ട് നിസ്സാരമായിട്ട് നിസ്കാരത്തെ കാണുന്നവർ, അവരുടെ കാര്യം പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ നേരെയാകാൻ സാധ്യതയുണ്ട്. നിസ്കാരം ഇല്ലാത്തവർ പള്ളിയിൽ കയറുന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല. പണ്ട് ഒരു ജുമയ്ക്ക് വന്നില്ല എങ്കിൽ 25 പൈസ കൊടുക്കണം. ഒരു ജമാഅത്ത് കമ്മിറ്റി നിയമം വെച്ചു, 25 പൈസ പള്ളിക്ക് കൊടുക്കും. അയാളുടെ ജീവിതത്തിൽ അയാൾ ഒരു ജുമയ്ക്ക് വന്നില്ല. അവസാനം പള്ളിയിൽ നിന്ന് കത്ത് വന്നു. നോക്കിയപ്പോൾ 230 രൂപ അയാൾ കൊടുക്കണം. 230 രൂപ പള്ളിക്ക് കൊടുക്കണം. അപ്പൊ എത്ര ജുമ അയാൾ ഒഴിവാക്കിയിട്ടുണ്ട്? നിസ്കാരമല്ല, ജുമ. എന്റെ പ്രിയപ്പെട്ടവരെ, 250 രൂപയും കൊണ്ട് പള്ളിയിൽ പോയി. 230 രൂപ പ്രസിഡന്റ് കൈ കൊടുത്തപ്പോഴാ പ്രസിഡന്റ് ബാക്കി 20 രൂപ എടുത്തവൻ പറഞ്ഞു, അതവിടെ കിടക്കട്ടെ, ബാക്കി കൂടെ വരാതിരുന്നാ പോലെ. 20 രൂപയ്ക്ക് കൂടെ വരാതിരുന്നാ പോരെ, വിഷയം തീർന്നല്ലോ. ഇതാണ് അവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ആരൊക്കെ നിസാരവൽക്കരിക്കുന്നുവോ ആ നിസാരവൽക്കരണത്തിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഏതാ? 1-ാമത്തെ ശിക്ഷ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അൽ ബറകത മിൻ കസ്ബിഹി വറിസ്ഖിഹി. 1-ാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 12 ശിക്ഷകളിൽ 3 ദുനിയാവിൽ അല്ലാഹു കൊടുക്കുമ്പോ അതിൽ 1-ാമത്തേത് എന്നറിയോ? ദുനിയാവിൽ അല്ലാഹു കൊടുക്കുന്ന 3 ശിക്ഷകളിൽ 1-ാമത്തേത്
അവന്റെ അധ്വാനത്തിൽ നിന്ന് അവന്റെ ഭക്ഷണത്തിൽ നിന്ന് അല്ലാഹു ബറക്കത്തെടുത്തു കളയുന്നതാ. എന്റെ സഹോദരങ്ങളെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ട എന്റെ ജനത, എന്റെ സഹോദരങ്ങളെ, അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോ നിസ്കരിക്കാൻ പോലും വരാറ് എന്റെ സഹോദരിമാരെ പോലും ഇന്ന് അയൽക്കൂട്ടത്തിന്റെ കുടുംബശ്രീയുടെ തൊഴിലുറപ്പിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് വീടുകളിൽ നിസ്കരിക്കാറ് പുറത്തിറങ്ങിയിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് പണിയെടുക്കാൻ തുടങ്ങിയപ്പോ എന്റെ സഹോദരിമാരെ ഇന്ന് ജീവിതത്തിൽ യാതൊരു ബറക്കത്തുമില്ല, ജീവിതത്തിൽ സന്തോഷമില്ല, കിട്ടുന്ന സമ്പാദ്യത്തിന് യാതൊരു വില ബറക്കത്തും അല്ലാഹു കൊടുക്കുന്നില്ല. എത്ര കിട്ടിയാലും അവനെ തികയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു 3 ശിക്ഷകളിൽ ഒന്നാമത്തേത് അവന്റെ അധ്വാനത്തിൽ നിന്ന് ബറക്കത്ത് അല്ലാഹു എടുത്തു കളയുന്നതാണ്. ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് എടുത്തു കളയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നമസ്കാരം നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവൂല. സമ്പാദ്യത്തിന് യാതൊരു ബറക്കത്തും അല്ലാഹു കൊടുക്കൂല. നിങ്ങൾ നോക്ക്, ഇന്ന് 500 രൂപയുടെ ഒരു നോട്ടെടുത്ത് പോക്കറ്റ് വെച്ചുകൊണ്ട് പുറത്തിറങ്ങിയാൽ പണ്ട് 500 രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് 1 വർഷം കഴിയാം. ഇന്നതിന് കഴിയില്ല. നമ്മൾ പറയും, പല ന്യായങ്ങളും പറയും. ഇന്ന് സാധനങ്ങൾക്കൊക്കെ വില കൂടിയല്ലോ, ഇന്ന് വസ്തുക്കൾക്കൊക്കെ വില കൂടിയല്ലോ. നമ്മൾ പറയും, എന്റെ പ്രിയപ്പെട്ടവരെ, അത് മാത്രമാണ് നമ്മൾ ധരിച്ചു പോകാൻ പാടില്ല. 2 വർഷം കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലൊന്നല്ല, ഇന്ത്യ രാജ്യത്തിലെന്ന് മാത്രമല്ല, ഈ ആകാശത്തിനു താഴെ ഭൂമിക്ക് മുകളിൽ താമസിക്കുന്ന ഓരോ മനുഷ്യരും കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് യാചിക്കേണ്ട സാഹചര്യം വരും. 2 വർഷം കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടും. ഇന്നും എത്രയോ നാടുകളിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ പാവപ്പെട്ട സഹോദരിമാര് മുനിസിപ്പാലിറ്റിയുടെയും നഗരസഭയുടെയും പഞ്ചായത്തിന്റെയും വണ്ടി വരുമ്പോൾ അതിന്റെ കലങ്ങിയ വെള്ളം, അതായത് കുടിക്കാൻ പോലും കൊള്ളാൻ കഴിയാത്ത വെള്ളം, അത് വാങ്ങാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന സാഹചര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം കഴിയും തോറും വരൾച്ച. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ഭീതിയുടെ മുൾമുനയിൽ നിർത്തപ്പെടുന്നത് വരൾച്ചയാണ്. അതിൽ റസൂലുള്ളാഹിയിൽ മാതൃകയുണ്ട്, അത് പറയാൻ നമുക്ക് സമയമില്ല. ഏതായിരുന്നാലും അള്ളാഹു ജീവിതത്തിൽ നിന്ന് ബറക്കത്തെടുത്ത് കളഞ്ഞിരിക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ സമ്പാദ്യത്തിൽ നിന്ന് അള്ളാഹു ബറക്കത്തെടുത്ത് കളഞ്ഞിരിക്കുകയാ. ഞാൻ വിശാലമായി പറയുന്നില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തില് എന്ത് ദുനിയാവിന്റെ പ്രയാസം വന്നിരുന്നാലും, എന്ത് പ്രയാസം വന്നാലും, എന്തെല്ലാ ദുഃഖങ്ങൾ വന്നാലും, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ഏത് പ്രയാസം വന്നാലും അല്ലാഹുവിന്റെ റസൂൽ ചെയ്യുന്നത് എന്തെന്നറിയോ? ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ഇദാ ഹസബഹു അംറുൻ ഫസഇല അല്ലാഹുവിന്റെ റസൂലിന് എന്തെല്ലാം ദുനിയാവിന്റെ പ്രയാസങ്ങള്, എന്തെങ്കിലും സാമ്പത്തികമായ പരാധീനതകൾ വന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പെട്ടെന്ന് തന്നെ നിസ്കരിക്കുമായിരുന്നു. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. എന്ത് പ്രയാസം വന്നാലും എന്റെ പെങ്ങളെ, നീ എന്താണ് ചെയ്യേണ്ടത്? ക്ഷമയോടെ നിസ്കരിച്ചുകൊണ്ട് റബ്ബിനോട് സഹായം ചോദിച്ചോ, അല്ലാഹുവിനോട് സഹായം ചോദിച്ചോ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുമ്പോ, നമസ്കാരത്തെ നിസാരവൽക്കരിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന 12 ശിക്ഷകളില് 3 ദുനിയാവിൽ അല്ലാഹു തരുമ്പോ അതിൽ ഒന്നാമരാകിട്ടല്ല നിനക്ക് തരുന്നത് ദുനിയാവിൽ നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് അല്ലാഹു ബറക്കത്തെടുത്ത് കളയുന്നരാ. കച്ചവടത്തിൽ നിന്ന് അല്ലാഹു ബറക്കത്തെടുത്ത് കളയുന്നരാ. ഇത് ഒന്നാമത്തതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ചുരുക്കി ഞാനെന്ന് പറയട്ടെ. രണ്ടാമത്തെ ശിക്ഷ ഏതെന്നറിയോ? രണ്ടാമതായി അല്ലാഹു ദുനിയാവില് എന്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ അല്ലാഹു തരുന്ന ശിക്ഷ ഏതെന്നറിയോ? എന്റെയും നിങ്ങളുടെയും മുഖത്ത്, നിസ്കാരമുള്ള ഒരു വിശ്വാസിയുടെ മുഖരാവിലേക്ക് നോക്കിയാ ഈമാനിന്റെ പ്രഭയില്ലേ അവന്റെ മുഖത്ത് അല്ലാഹു നൽകിയിരിക്കുന്നതായ ഒരു പ്രത്യേകതയാണ്. 5 നേരം നിസ്കരിക്കുന്നവന്റെ മുഖത്ത് നോക്കിയാൽ ഈമാനിന്റെ വെട്ടയുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഫെയർ ആൻഡ് ലവ്ലി തേച്ചാൽ കിട്ടൂല. അതുപോലെ ദാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈമാനിന്റെ വെട്ടമല്ല. തലയിൽ കെട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈമാനിന്റെ വെട്ടമല്ല. ഇതൊന്നും ഉണ്ടായിട്ട് ഈമാനിന്റെ പ്രകാശമാണെന്ന് പറയാൻ പറ്റൂല. ദാടിയും എന്റെ പ്രിയപ്പെട്ടവരെ, ദാടിയും തലപ്പാവുമുള്ള ഒരാൾക്ക് ആ ഈമാനിന്റെ പ്രകാശമാണെന്ന് പറയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ഈമാനിന്റെ പ്രകാശം സ്ഫുരിച്ചു നിൽക്കുന്നത് ആരിലാണ്? ചിലർക്ക് ദാടി ഉണ്ടെങ്കിൽ തലയെക്കെട്ട് കാണൂല.
ചിലക്ക് തലയെ കെട്ടുണ്ടെങ്കിൽ ദാടി കാണൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് അത് കാണുമ്പോൾ ഈമാനാണ് എന്ന് പറഞ്ഞാൽ, നല്ല ഗാംഭീര്യം കാണുമ്പോൾ ഈമാനാണെന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ മോമിന് മൻമോഹൻ സിംഗ് ആകണ്ടേ? എന്തൊരു ഗ്ലാമറാണ് തലയിൽ കെട്ടി ദാടിയും വെച്ച് നിന്നാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, മോമിനാണ്, മോമിനല്ലല്ലോ. നമ്മൾ മനസ്സിലാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഫെയർ ആൻഡ് ലവ്ലി തേച്ചാൽ ഒരിക്കലും നമുക്ക് ഈമാനിന്റെ പ്രകാശം കിട്ടൂല. ഈമാനിന്റെ പ്രകാശം കിട്ടൂല. അത് വേണമെങ്കിൽ നിസ്കരിച്ചേ മതി. അത് വേണമെങ്കിൽ നിസ്കരിച്ചേ മതിയാവൂ. നിസ്കാരമില്ലാതെ ആ നമസ്കാരത്തെ നിസ്സാരവൽക്കരിച്ചാൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ രണ്ടാമത്തേത്, അവന്റെ മുഖരാവിൽ അല്ലാഹു തആല ഈമാനിന്റെ പ്രഭാ സാലിഹീങ്ങളുടെ പ്രകാശമുണ്ടല്ലോ, അതവന്റെ മുഖത്ത് നിന്ന് അല്ലാഹു എടുത്ത് കളയുന്നരാ.